ഹായ് കൂട്ടുകാരെ, ഇന്ന് കുറച്ച് തക്കാളി കൊഞ്ച് കിട്ടി കേട്ടോ. അപ്പോൾ അത് ഒന്ന് തീയലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയെല്ലാം ചിരകി വെച്ചു. ഒരു ചീനിച്ചട്ടിക്കകത്തിലോട്ട് തേങ്ങ എടുത്തു. പിന്നെ അതൊന്ന് വറക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചു. അതിൻ്റെ തേങ്ങയ്ക്കകത്തിലോട്ട് ശകലം സവാളയും കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് തീ ഒരല്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഈ ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ തേങ്ങ ഇളക്കി കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതും ഇട്ട് ആദ്യമായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. അതെല്ലാം ആവശ്യത്തിന്, എനിക്കിതിൻ്റെ അളവൊന്നും പറയാൻ അറിയത്തില്ല കേട്ടോ. അതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി എല്ലാം കൊടുത്ത് ഒന്ന് ചെറിയ ഒരു ഫ്ലെയിമിലിട്ടുകൊണ്ടൊന്ന് മൂപ്പിച്ചിട്ട് ആ തീയങ്ങ് ഓഫ് ചെയ്യണം. നന്നായിട്ട് മൂക്കുന്നിടം വരെ ഇട്ടിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഞാനീ മാറ്റുവാണേ. അത് കഴിഞ്ഞ് പിന്നെ പച്ചക്കറി എല്ലാം എടുത്ത് വെച്ച് കുറച്ച് സവാള, അതിന് ഒരു സവാളയെ ഞാൻ എടുത്തുള്ളൂ. സവാളയുണ്ട്, മുരിങ്ങയ്ക്ക ഉണ്ട്, പിന്നെ പടവലങ്ങയും ഉണ്ട്. സവാള ഈ ഇറച്ചിക്ക് അരിയുന്നത് പോലെ ഞാൻ അരിയുന്നത്, ഇങ്ങനെ സ്ലൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് സവാളയെല്ലാം അരിഞ്ഞെല്ലാം ചേർത്ത് എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അപ്പം ഞാനതിൻ്റെ കൂട്ടത്തിൽ ഫാനിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ തേങ്ങ വറുത്തത് ഒന്ന് ആറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും തൊട്ടിപ്പുറത്ത് ഫാനിൻ്റെ കീഴിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതിരുന്ന് ആറട്ടെ. അപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന്. അപ്പം അങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സവാള അരിഞ്ഞു, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മുരിങ്ങയ്ക്ക ചേർക്കുമ്പോൾ സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ കൊഞ്ചും കൂടെ ഇടുമ്പോഴത്തേക്കിന് അതിനൊരു പ്രത്യേക രുചിയാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പടവലങ്ങ, സാധാരണ നമ്മൾ പടവലങ്ങയും ഉള്ളിയൊക്കെ ഇട്ട് ഞങ്ങൾ തീയൽ വെക്കാറുണ്ട്. അപ്പോൾ അമ്മ ദാണ്ടെ വന്ന് ആ ഒരു ആറാൻ വെച്ചിരുന്ന ചീനിച്ചട്ടി ആ പൊടി ഇതെടുത്തുകൊണ്ട് പോവുക, തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനും അമ്മയും കൂടാണ് എല്ലാം കൂടെ സെറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാം കൂടെ വഴുതനങ്ങയും എല്ലാം കൂടെ പടവലങ്ങ എല്ലാം കൂടെ അരിഞ്ഞ് ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ട് എല്ലാം ഒന്നരിഞ്ഞ് എല്ലാം ചേർത്തതിന് ശേഷം ഇനി നമ്മുടെ രാജാവിനെ എടുത്തുകൊണ്ട് വരാം. അതാണ് കൊഞ്ച്. ഇതാണ്ട് പൊളിച്ച് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. കണ്ടപ്പോൾ ഒരുപാട് തോന്നിച്ചു, പക്ഷേ എനിക്ക് പൊളിച്ച് വന്നപ്പോൾ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം റെഡിയായി. ഇനി അതെടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഏറെ വെളിച്ചെണ്ണ ഒഴിക്കാം, അതൊക്കെ നമ്മളുടെ ആവശ്യപ്രകാരം വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ അധികം വെളിച്ചെണ്ണ ചേർക്കാറില്ല. കുറച്ച് വെളിച്ചെണ്ണയും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ആ കഷ്ണം ഒന്ന് വഴറ്റാൻ വെക്കാം. ഈ ഇടുന്ന ഉപ്പായിരിക്കുമല്ലോ നമ്മുടെ കഷ്ണത്തിലെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു റെസ്റ്റിനായിട്ട് 2-3 പീസ് ഓറഞ്ച് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തട്ടിപ്പറിച്ച് വാങ്ങിച്ചതാണ്. അത് ഞാൻ കഴിച്ചിട്ട് ഏട്ടൻ എന്നെ കളിയാക്കും. അതാണ്ട് വീട്ടിലൊരു എൻ്റെ ഓറഞ്ച് കട്ടുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചവച്ച് വെറുതെ ഒരു കോമഡിക്ക് ഇങ്ങനെ കാണിച്ചതാണ്. അപ്പോഴത്തേക്കിനും എന്താ നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് ഒരു പരുവമൊക്കെ ആയിട്ടുണ്ട്. അപ്പം അന്നേരത്തേക്കിന് ഒന്നുകൂടെ ഇളക്കി ഒന്നുകൂടെ അടച്ച് എല്ലാം ഒന്ന് വെക്കാം. എല്ലാം അടച്ചെല്ലാം വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് തക്കാളി കുറച്ചുകൂടെ എല്ലാം മൂത്ത് കഴിയുമ്പോൾ തക്കാളിക്ക് അരിഞ്ഞ് ചെറുതായിട്ട് 2 തക്കാളിക്ക് എടുത്ത്, കാര്യം ചെറിയ തക്കാളിക്കായതുകൊണ്ട് 2 എടുത്തു. പുളിക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഒരു തക്കാളിക്കോട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അതും കൂടെ ഒന്ന് ചേർത്ത് അതും കൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം അരപ്പ് ഞാൻ മുമ്പേ വറുത്ത് വെച്ചിരുന്ന അമ്മ അരച്ചെന്ന് ഞാൻ പറഞ്ഞല്ലേ, അതെല്ലാം കൂടെ ആ അരപ്പ് അങ്ങോട്ട് ഒഴിച്ച്, ആദ്യം ഞാൻ അരപ്പ് മാത്രമേ കഷ്ണത്തിനകത്തിൽ ചേർക്കത്തുള്ളൂ. കഷ്ണത്തിനകത്തിൽ അരപ്പ് മാത്രം ചേർത്തിട്ട് അതിലേക്ക് സ്വല്പം ഉലുവാപ്പൊടി, ഞാൻ കഷ്ണത്തിൽ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് ഇളക്കി ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ഞാനിപ്പോൾ ചേർക്കുവേ. ഉലുവാപ്പൊടി ചേർത്തിട്ട് ആ എണ്ണയ്ക്കകത്തിരുന്ന് ഒന്ന് വഴറ്റിയെടുക്കാൻ, അരപ്പൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ ഇതുപോലെ ഒന്ന് തിളച്ച് അരപ്പൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതൊരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ. എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല.
അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഞാൻ എന്താണ്ട് അരപ്പ് കലക്കി ചേർക്കുവാണ്. അപ്പോൾ ആ അരച്ച മിക്സിയുടെ ജാറിനകത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതെല്ലാം കൂടെ ഒന്ന് കലക്കി എല്ലാം ചേർത്ത് പാകത്തിന് വെള്ളമെല്ലാം ഒഴിച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ച്. ഇനി അതിനകത്ത് വേവാനുള്ളത് മുരിങ്ങയ്ക്ക മാത്രമാണ് വേവാനുള്ളത്. പിന്നെ കൊഞ്ചൊക്കെ അത്യാവശ്യം എണ്ണയ്ക്കകത്ത് കിടന്ന് വഴണ്ടൊന്ന് വെന്തിട്ടുണ്ട്. അതൊന്ന് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി പാകത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയപ്പം ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. ഞാൻ ഇച്ചിരി ഉപ്പിട്ടു. പിന്നെ പുളി കുറവായതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ചിരി പുളി പിഴിഞ്ഞ് ഒഴിച്ചു. നമ്മുടെ പിഴുപുളി ഉണ്ടല്ലോ, അത് പിഴിഞ്ഞ് ഇച്ചിരി ഒഴിച്ചു. പിന്നെ മാസ്റ്റർ പീസായിട്ടുള്ള കരിയാപ്പില ഏറ്റവും ലാസ്റ്റ് അതിനകത്തിലേക്ക് എല്ലാം കൂടെ പിച്ചിപ്പറിച്ചെല്ലാം ഇട്ട് എല്ലാം അടച്ച് വെച്ചു. എന്നിട്ട് നമ്മുടെ ചീനി, അതായത് ഉണക്കച്ചീനിയാണ് കേട്ടോ, ഉണക്കച്ചീനി പയറിട്ട് വേവിച്ചതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഈ കൊഞ്ച് തീയൽ കൂട്ടി തിന്നാൻ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അടിപൊളി.